ഹലോ ചെങ്ങായിമാരെ, വെൽക്കം ടു ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ്. എല്ലാവരും അടിപൊളിയായി ഇരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു നാടൻ തട്ടുകട സ്റ്റൈൽ ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. കൂടുതൽ രുചികരമായ വിഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? ഈ റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം. വേണ്ടതാണ് ചെറിയ ഉള്ളി. ഞാൻ ഇവിടെ 8 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടതാണ് 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്കായും. നിങ്ങൾ ബീഫ് വെക്കുമ്പോൾ ഇത് ചേർക്കാറുണ്ടോ? കമന്റ് ചെയ്യണേ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലപോലെ ബീഫിലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി കുക്കർ അടച്ചൊരു 7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പം ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ബീഫിന് പല വേവായിരിക്കും, അപ്പൊ നിങ്ങൾ യൂസ് ആക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേവിക്കാവുന്നതാണ്. കുക്കറിന്റെ പ്രഷർ എല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കൊള്ളാലോ, ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇതിന്റെ ഗ്രേവി സൂപ്പ് പോലെ കുടിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. ആ സമയത്ത് ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിന്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണൽ ആണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തേ ഉള്ളൂ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ച് തന്നെ പൊടികൾ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അത്യാവശ്യം ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നെയ്യ് തെളിഞ്ഞു വന്നിട്ടും ഉണ്ട്. ഈ സമയത്ത് ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ലേശം ഉപ്പ് കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റി വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വരട്ടിയെടുക്കാം. ഒരു സെമി ഗ്രേവി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയോ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം കറിവേപ്പില കൂടി ചേർത്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. ഞാനിപ്പോൾ റോസ്റ്റ് പോലെ ആക്കുന്നുണ്ട്. മതി, ഇത്രയും മതിയാവും. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ള് ക്രഷ്ഡ് പെപ്പർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനൊരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ. ഇനി തട്ടുകടയിൽ കിട്ടുന്നത് പോലെ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 പീസ് ഉള്ളി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയിൽ ഉള്ളി തിന്നുന്ന സമയത്ത് നല്ല ക്രഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടായിരിക്കണം. സവാള അധികം സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അത് കടിക്കുന്ന സമയത്ത് നല്ല ക്രഞ്ചി ആയിട്ട് ഉണ്ടാവണം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾ ബീഫ് റോസ്റ്റ് ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? അല്ലെങ്കിൽ തീർച്ചയായും ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പൊറോട്ടന്റെ കൂടെ ഇത് മാത്രം മതിയാവും. തീർന്നറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. രുചികരമായ മറ്റു റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയി ഞാൻ വരാം. അപ്പൊ ശരി.